ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറേ ദിവസം മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു 2 തക്കാളി ഒന്ന് നടാൻ വേണ്ടിയിട്ട് അതൊന്ന് പാകി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തക്കാളി തൈയൊക്കെ നാശമായി പോയി, കുറച്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ തക്കാളി തൈ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ഒരു 2 തക്കാളി പാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു 2-3 മാസം കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്ക് 1-2 തക്കാളിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അത് പാകി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും ഇന്നലെ തുണി അലക്കിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു സൈഡൊന്ന് മുറ്റടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിറച്ച് നമ്മുടെ ഫാദുക്കുട്ടി എന്തൊക്കെ പേപ്പറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, കുഞ്ഞു പീസായിട്ടിട്ട് കേട്ടോ. ഇവിടെ ഒന്നാമത് നമ്മളെ ചുറ്റും മെറ്റലായതുകൊണ്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല, എങ്ങനെയൊക്കെയോ ഒന്ന് അടിച്ച് പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ കലക്കി ദോശയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിപ്പൊടിയൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ട്വിസ്റ്റ് വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ലൂസാക്കിയിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അരിപ്പൊടി ചട്ടിയൊക്കെ വെച്ച് തീയൊക്കെ നല്ലോണം കത്തിച്ചിട്ടുണ്ടായിരുന്നു. നല്ലോണം എണ്ണയൊക്കെ തേച്ചെടുത്താൽ നമ്മളെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണ് കേട്ടോ ഇത്. പക്ഷേ ഇന്നലെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ ചട്ടി ചെറുതായിട്ടൊന്ന് കൂടിപ്പോയിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്നറിയില്ല ഇന്ന് നമ്മുടെ ദോശക്കുട്ടൻ ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എന്താ പറയുക, വരാൻ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ചട്ടകം കൊണ്ട് കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, അത് ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയത് കൊണ്ടാണ്. പക്ഷെ നമ്മളെപ്പോഴും ഇതിൽ തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കലും ഈ കലക്കി ദോശ ഉണ്ടാക്കലും സാധാ ദോശ നമ്മൾ മാവരച്ച ദോശ ഉണ്ടാക്കലും ഒക്കെ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചില സമയത്താണ് കുഴപ്പം, ചില സമയത്ത് ചട്ടി എന്താ പറയുക ബാധ കയറിയും തോന്നുന്നുണ്ട്. അങ്ങനെ ആ ദോശൻ്റെ കോലം കണ്ടില്ലേ. അപ്പോൾ ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊന്നും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കൂല, ഈ എന്തൊരു ദോശ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കൂടുതൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ, കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രാന്തായി. പിന്നെ അതിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും സമയം ഇങ്ങനെ പോകുന്നല്ലാതെ വേറെ ഒന്നും നടക്കില്ല. പിന്നെ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. സെൻട്രൽ ഭാഗത്താണ് കേട്ടോ കിട്ടാത്തത്, അവിടെയാണ് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്നത്. ഇതിങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസിൽ വെച്ചിട്ട് പിന്നെ അതിലാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 2 ദോശയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാട്ടയിറ്റിക്ക് വേണ്ടിയിട്ട് ഷോർട്സിന് വേണ്ടി എടുത്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പിന്നെ ലെങ്ത്ത് കുറച്ച് കുറവായതുകൊണ്ട് ഇതിലും കൂടി ആഡ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. നമ്മുടെ പാനിപൂരി ഉണ്ടാക്കിയ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പാനിപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. അതായത് ശരിക്കും പാനിപൂരി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ എന്തായാലും നമ്മളതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉരുളക്കിഴങ്ങും കടലയും ഒന്ന് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഒരു 3-4 വിസിലൊക്കെ വെന്തോട്ടെ, കാരണം 2 നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. എന്നാലും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കിതിലേക്കുള്ള ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ വേണം. പിന്നെ സത്യം പറഞ്ഞാൽ റവ മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു വീഡിയോയിൽ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഓർമ്മയില്ലാതെ മൈദയൊക്കെ ഇട്ട് ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ റവ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ചെറുതായിട്ട് ചൂടുള്ള വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുമല്ലോ, അതേപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ വേഗം റവയിലേക്ക് ആവുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റവ നന്നായിട്ട് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഒരു നനഞ്ഞ തുണി മേലെ ഇടുന്നത് നന്നായിരിക്കും. ഞാൻ കുറച്ച് ഓയിലൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതൊക്കെ റെഡിയാക്കി ലാസ്റ്റ് എടുത്തപ്പോഴത്തേക്കും കരിക്കല്ലിൻ്റെ അവസ്ഥയായിരുന്നു നമ്മുടെ റവയ്ക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു തുണി നന്നായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു തുണി എടുത്തിട്ട് നനച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും കടലയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. കടല നന്നായിട്ട് വെന്ത് കിട്ടണം, കാരണം ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടതുകൊണ്ട് പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ടാണ് രാവിലെ കറിയാക്കിയത്. അങ്ങനെ നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങും ഉള്ള ഒരു മസാല അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇങ്ങനെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് പുതിനെല്ലാം എടുത്തിട്ടുണ്ട്. ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇഞ്ചി ഇട്ടിട്ടില്ല. പിന്നെ എരിവിന് വേണ്ടി ഈ ഒരു പച്ചമുളകാണ് എടുത്തത്. ഇത് തന്നെ ആവശ്യത്തിന് എരിവുണ്ടായിരുന്നു.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെന്താ നാരങ്ങനീര് പിന്നെ നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷമാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഈ ചണ്ടിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതേപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഫാദുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഫാദുക്കുട്ടി 2-3 ദിവസമായി പറയാൻ തുടങ്ങി. പക്ഷേ എനിക്കിതൊക്കെ പാടങ്ങനെ ഉണ്ടാക്കണ്ടേ മെനക്കെടല്ലേ പറഞ്ഞിട്ട് അതിന് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഇതുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടിച്ചു നോക്കുമ്പോൾ ഭയങ്കര എരിവായിരുന്നു. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങനീരും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സംഭവം നമ്മുടെ പാനിപ്പൂരിൻ്റെയൊക്കെ ഒരു മസാലേൻ്റെയൊക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് ഇനി ഗരം മസാല അല്ല, നമ്മുടെ ചാറ്റ് മസാല ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ ചാറ്റ് മസാല നമ്മളെ വീട്ടിലില്ല, നമ്മളങ്ങനെ വാങ്ങിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ. ഒരു വട്ടം വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ അതങ്ങനെ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചാറ്റ് മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഗരം മസാല കുറച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങും വേവിച്ചില്ല അതിലേക്കും പിന്നെ നമ്മളെ ഈ പാനി നിറച്ചിട്ട് അതിൻ്റെ മേലെ ജസ്റ്റ് കുറച്ചിങ്ങനെ ഉള്ളിയും മല്ലിയിലൊക്കെ ഇടുമല്ലോ നമ്മളെ കാളം കടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മല്ലിയിലയും കുറച്ച് സവാളയും ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം വേണം നമുക്കിതിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കടല മിക്സിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഉപ്പൊക്കെ പാകത്തിനുണ്ടായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പുളിവെള്ളമാണ്. അപ്പോൾ കുറച്ച് പുളി നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നമ്മുടെ ഒരു നാരങ്ങ വലുപ്പത്തിനേക്കാൾ കുറച്ചൊരു ഒരു തക്കാളി സവാള അത്രയൊക്കെ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് കേട്ടോ വേണ്ടത്. അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പൾപ്പ് നന്നായിട്ട് നല്ല കട്ടിയിലെടുക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇതിലേക്ക് നമ്മുടെ എന്താ പറയുക ശർക്കരയൊക്കെ ഇതാക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിക്കും. ശർക്കര ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ഈ ഒരു പുളിവെള്ളം മാത്രമാണ് എടുത്തത്. പക്ഷേ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തികയാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നാലും നല്ല കട്ടിയിൽ തന്നെയാണ് ഇത് നല്ല രസം ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ പുളിവെള്ളവും കാര്യങ്ങളൊക്കെ അത് റെഡിയായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ടായിരുന്നു. ഇത് അരിച്ചെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, കാരണം നല്ല കട്ടി ആയതുകൊണ്ട് തന്നെ ഈ അരിപ്പിൽ കൂടെ സംഭവം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സ്പൂൺ ഉണ്ടാക്കുമ്പോൾ തീരെ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോഴാണ് പിന്നെയും കുറച്ചെങ്കിലുമൊക്കെ വന്നത് കേട്ടോ. നമ്മളെ വീട്ടിൽ 3 അരിപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇതാണ് കുറച്ചും കൂടിയും കുറച്ച് എന്താ പറയുക വലിയ ഹോളുള്ള അരിപ്പ് ഇതാണ്. ബാക്കിയൊക്കെ ചായയൊക്കെ അരിക്കാൻ പറ്റുന്ന അരിപ്പയാണ് കേട്ടോ. ഇതാണ് കുറച്ചുകൂടി വലിയത്. ഇതിൽ അരിച്ചിട്ട് തന്നെ എങ്ങനെയൊക്കെയോ വന്നത് കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പുളിൻ്റെ ആ ഒരു തൊണ്ടിൻ്റെ പീസൊക്കെ ഉണ്ടാവുമല്ലോ ചെറുതായിട്ട്, അപ്പോൾ അതൊക്കെ പെടും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പും ഫസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് കുടിച്ച് നോക്കിയിട്ട് അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ പുളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുളി എന്നല്ല, എല്ലാ പുളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും എരിവും പുളിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുക സത്യം പറഞ്ഞാൽ സ്കിപ്പായി പോയി കേട്ടോ, മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് തുള്ളി ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഫ്രൈ ആക്കിയപ്പം പിന്നെ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ റെഡിയായി. അങ്ങനെ അതും സെറ്റായി. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നമ്മൾ ഈ റെഡിയാക്കി വെച്ചുള്ള സാധനങ്ങളൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം റെഡിയായിട്ട് കിട്ടണം. ഇത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയുള്ള ശക്തി എല്ലാം ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊന്ന് പരത്തിയെടുത്തത്. അങ്ങനെ പരത്തിയെടുത്തത് ഇതേപോലെ ഒരു കുഞ്ഞടപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്നും ഇങ്ങോട്ട് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് കുഞ്ഞ് ബോളാക്കി എടുത്ത് പരത്താനൊന്നും പറ്റില്ലല്ലോ, പരത്തുമ്പോഴത്തേക്കും അത് വലുതാവും. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ആക്കിയെടുത്ത് നമ്മൾ ഫ്രൈ ആക്കിയപ്പോൾ സംഭവം പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല, ഇതിലാകെ മൂട് പോയി. അപ്പോൾ അന്നക്കുട്ടി പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി പരത്തി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ജസ്റ്റ് ഒന്നുകൊണ്ട് പരത്തിയെടുത്തപ്പോൾ സംഭവം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പൊന്തി വന്നപ്പോൾ ഉണ്ടായൊരു സന്തോഷമല്ലോ പറയാൻ വയ്യ. കാരണം നമ്മൾ ഇത് കൊളായി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ഉണ്ടാക്കിയതൊക്കെ കൊളായില്ലേ, കാരണം ഇതിൻ്റെ ഉള്ളിലല്ലേ നമ്മളതൊക്കെ വെക്കുക. അതുകൊണ്ട് തന്നെ ഇത് ശരിയായപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. അങ്ങനെ അത് അത്യാവശ്യം എല്ലാം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ നന്നായിട്ട് ചൂട് വേണം. പിന്നെ അത് ഒരുപാട് കട്ടിയും പാടില്ല. നമ്മൾ പരത്തിയപ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞല്ലോ, അതുകൊണ്ടാണ് നന്നായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ സംഭവം സെറ്റ് ചെയ്യാം. ഇതേപോലെ ഇങ്ങനെ പൊടിച്ചെടുക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് എൻ്റെ മുഖത്ത്. അങ്ങനെ ഇതേപോലെ ഫസ്റ്റ് ഒന്ന് പൊടിക്കുക.
ചെറിയൊരു കുഴി ഉണ്ടാക്കുക. അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും നമ്മുടെ കടലയും സവാളയും മല്ലിയിലൊക്കെ ഇട്ട ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെക്കുക. പിന്നെ അതിലേക്ക് നമ്മളെ തിക്കായിട്ടുള്ള പുളീൻ്റെ ഇതുണ്ടല്ലോ അത് കുറച്ച് ഒഴിക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മുടെ സവാളയും മല്ലിയിലൊക്കെ അരിഞ്ഞതുണ്ടല്ലോ അതും കൂടി വെക്കുക. പിന്നെ നമ്മുടെ പച്ചവെള്ളം ഉണ്ടല്ലോ മല്ലിയിലേൻ്റെ പൊതിയിലുണ്ട് അതിലിങ്ങനെ മുക്കുക, ടപ്പേന്ന് പറഞ്ഞിട്ട് വായിലേക്ക് ഇടുക. അത്ര നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ ഫാദുക്കുട്ടിക്കാണ് കേട്ടോ കൊടുത്തത്. ഫാദുക്കുട്ടി 1 മിനിറ്റ് ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു, ഇതെന്തപ്പോൾ ഇത് സംഭവം എന്നറിയാതെ. പിന്നെ ഒരു ഒറ്റ ഓട്ടം, പിന്നെ അവിടെ പോയിട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് അധികം എരിവൊന്നും ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് അവളെ ഓടിപ്പോയത് കേട്ടോ. പിന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിലൊക്കെ പോയി 1-2 കഴിക്കാം, ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് ഒരുപാട് കഴിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാക്കിയത് ഈ വായിലിടുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ഇത്ര ഉള്ളൂ വിചാരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കുള്ള പാത്രം കഴുകാനുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഫാദുക്കുട്ടി പറയും നീ നാളെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ നല്ല ഇനി ഒരിക്കലും ഞാനിത് ഉണ്ടാക്കൂല എന്ന്. പക്ഷേ സംഭവം നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. അതൊരു സന്തോഷം, നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടാന്ന് പറയുമ്പോൾ അതൊരു ഹാപ്പി അല്ലേ. അങ്ങനെ ഈ ഒരു പാത്രങ്ങളൊക്കെ ഇനി കഴുകിയെടുക്കാനുള്ളതാണ് കേട്ടോ. എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരട്ടി പാത്രങ്ങളായിരിക്കുമല്ലോ. ഇതൊരു വട്ടം കഴിഞ്ഞതാണ്, പിന്നെ ഇത് പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ അന്നക്കുട്ടി ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അവളുടെ അമ്മ വിളിച്ചിട്ട്. അപ്പോൾ അന്നക്കുട്ടിക്കുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിന്നെയും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതിവിടെ മൂടി വെച്ചിട്ടുണ്ട്, ബാക്കി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു എന്താ പറയുക നമ്മുടെ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫൈസിക്കും പാതുവിനൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ മതി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒട്ടും വേസ്റ്റ് ചെയ്യാതെ എല്ലാം കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഇതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് ക്ലീനാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി സമാധാനം. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിരുന്ന ചോറ് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കറിയും കൂട്ടാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടല കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് ഇത് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് കടല അങ്ങനെ വെറുതെ ഉപ്പേരി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സാധാരണ കുറച്ച് രാവിലെ വെച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ഇക്കാക്ക് തികയാറില്ല വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എളുപ്പത്തിൽ രസവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക വന്നപ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.